ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ റവ നന്നായി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി പൊടിയണം കേട്ടോ. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ബോയിൽഡ് പൊട്ടാറ്റോ ആണ്. ഇത് നന്നായി മാഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. പാൻ നന്നായി ചൂടാകുമ്പോൾ ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വരട്ടെ. ബട്ടർ ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഗാർലിക്കിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 3/4 ഗ്ലാസ് വെള്ളമുണ്ട്. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ച് വരണം. വെള്ളം നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റവയും വെള്ളവും കൂടിയിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലായിടത്തും നന്നായി മിക്സായിട്ട് വരണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. എല്ലായിടത്തും നന്നായി മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചാൽ മാത്രമേ സോഫ്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായി കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതത് നന്നായി കുഴഞ്ഞ് വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് പരത്തിയെടുക്കാം. ഇത് റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം. നല്ല നൈസ് ആവരുത്, കുറച്ച് കട്ടി ഉണ്ടാവണം കേട്ടോ. ഞാൻ ഈ ഗ്ലാസും അടപ്പും ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ അടുപ്പ് ഉപയോഗിച്ചിട്ട് സെൻട്രൽ പോർഷനിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒന്നും കൂടി പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടാകുമ്പോൾ ഓരോന്നായി ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗവും നന്നായി മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.